ഹായ് സ്റ്റുഡൻസ്, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റിലെ മൂന്നാമത്തെ ഫങ്ഷനായിട്ടുള്ള സ്റ്റാഫിങ്ങിനെ കുറിച്ചാണ്. സ്റ്റാഫിംഗ് എന്താണ്, സ്റ്റാഫിങ്ങിൻ്റെ എലമെൻറ്റ്സ് ഏതൊക്കെയാണ് എന്നാണ് നിങ്ങൾക്ക് സിലബസ് പ്രകാരം പഠിക്കാനുള്ളത്. എന്തൊക്കെയാണ് സ്റ്റാഫിംഗ് എന്നാൽ എന്താണ്, അതുപോലെ സ്റ്റാഫിങ്ങിൻ്റെ എലമെൻറ്റ്സ് അല്ലെങ്കിൽ പ്രോസസ്സ് ഏതൊക്കെയാണ് എന്നാണ് പഠിക്കാനുള്ളത്. ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഒന്നാമതായിട്ട് മാനേജ്മെൻറ്റിൻ്റെ ഫങ്ഷൻ പഠിക്കുകയുണ്ടായി. അതാണ് ഏത്, പ്ലാനിംഗ് എന്ന് പറയുന്നത്, ആസൂത്രണം എന്ന് പറയുന്നത്. ഏതൊരു പ്രവൃത്തി ചെയ്യുന്നതിന് മുന്നേയും അതെങ്ങനെ ചെയ്യണം, എപ്പോൾ ചെയ്യണം, ആരാൾ ചെയ്യണം എന്നൊക്കെ തീരുമാനിക്കേണ്ടതായിട്ടുണ്ട്. അതാണ് പ്ലാനിങ്. അതുപോലെ രണ്ടാമതായി നമ്മൾ പഠിച്ചു എന്ത്, സംഘാടനം, ഓർഗനൈസിങ്. ഇങ്ങനെ പ്ലാൻ ചെയ്തതായ കാര്യങ്ങൾ നിർവഹിക്കുന്നതിന് വേണ്ടിയിട്ട് വ്യത്യസ്തമായിട്ടുള്ള വിഭവങ്ങളെ, വ്യത്യസ്തമായിട്ടുള്ള റിസോഴ്സുകളെ നമുക്ക് ഒരുമിച്ച് കൂട്ടേണ്ടതായിട്ടുണ്ട്. ആ പ്രവൃത്തിയാണ് ഓർഗനൈസിങ് എന്നറിയപ്പെടുന്നത്. മൂന്നാമത്തേതാണ് സ്റ്റാഫിംഗ് എന്നറിയപ്പെടുന്നത്. ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത്തരത്തിലുള്ള എല്ലാ വിഭവങ്ങളെയും നമ്മൾ ഒരുമിച്ച് കൂട്ടിയാലും ഇത് ചെയ്യണമെങ്കിൽ, ഈ പ്രവൃത്തി പൂർത്തീകരിക്കണമെങ്കിൽ മനുഷ്യ സമ്പത്തിൻ്റെ, മനുഷ്യ വിഭവത്തിൻ്റെ ആവശ്യമുണ്ട്, അല്ലേ? മനുഷ്യൻ്റെ ആവശ്യമുണ്ട്. മനുഷ്യൻ്റെ സഹായത്തോടു കൂടി മാത്രമേ മാനേജ്മെൻറ്റിൽ പ്രവർത്തനങ്ങൾ നടക്കുകയുള്ളൂ. മറ്റെല്ലാ വിഭവങ്ങളും, മെറ്റീരിയലും, മെഷീനറികളും, ടൂളുകളും, എക്യുപ്മെൻറ്റുകളും ഒക്കെ ഉണ്ടെങ്കിൽ തന്നെയും ഇവയെല്ലാം പ്രവർത്തിപ്പിക്കുവാനും ഏകോപിപ്പിക്കുവാനും ആവശ്യമായിട്ടുള്ള, ഇതിനെല്ലാം പ്രവർത്തനക്ഷമമാക്കുവാനും ഉൽപ്പാദനം നടത്തുവാനും ആവശ്യമായ മാനുഷിക വിഭവം ആവശ്യമാണ്. അതായത് തൊഴിലാളികളെ ആവശ്യമാണ്, മാനേജേഴ്സിന് ആവശ്യമാണ്, സൂപ്പർവൈസേഴ്സിന് ആവശ്യമാണ്, ഫോർമാൻസിന് ആവശ്യമാണ്, ഇങ്ങനെയുള്ള ആളുകളൊക്കെ ആവശ്യമാണ്. അപ്പോൾ അത്തരത്തിലുള്ള മാനുഷിക വിഭവത്തിൻ്റെ, ഹ്യൂമൻ റിസോഴ്സിനെ കണ്ടെത്തുക എന്നുള്ളതാണ് മൂന്നാമത്തെ ഫങ്ഷൻ. അതാണ് സ്റ്റാഫിംഗ് എന്ന് അറിയപ്പെടുന്നത്. സ്റ്റാഫിംഗ് എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മാനേജ്മെൻറ്റ് ഫങ്ഷനാണ്. സ്റ്റാഫിംഗ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് മാനേജീരിയൽ ഫങ്ഷൻ. സ്റ്റാഫിംഗ് ഈസ് കൺസേൺഡ് വിത്ത് ഒബ്റ്റെയിനിങ്, യൂട്ടിലൈസിങ്, മെയിൻറ്റെയിനിങ് എ സാറ്റിസ്ഫാക്ടറി ആൻഡ് സാറ്റിസ്ഫൈഡ് വർക്ക് ഫോഴ്സ്. സ്റ്റാഫിംഗ് എന്ന് വെച്ചാൽ എന്താണ്? ഒബ്റ്റെയിൻ ചെയ്യുക, നേടിയെടുക്കുക, അതുപോലെ യൂട്ടിലൈസിങ്, ഉപയോഗിക്കുക, മെയിൻറ്റെയിനിങ്, നിലനിർത്തി പോരുക, എ സാറ്റിസ്ഫാക്ടറി ആൻഡ് സാറ്റിസ്ഫൈഡ് വർക്ക് ഫോഴ്സ്. ഒരു ബിസിനസ് സ്ഥാപനത്തിൽ ആവശ്യത്തിന് തൊഴിലാളികളെ ഉപയോഗപ്പെടുത്തുകയും അവയെ യൂട്ടിലൈസ് ചെയ്യുകയും അവരെ നേടിയെടുക്കുകയും അവരെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുകയും ചെയ്യുക എന്നുള്ള സ്റ്റാഫിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്താണ്? തൊഴിലാളികൾ എംപ്ലോയീസിനെ ഒബ്റ്റെയിൻ ചെയ്യുക, നേടിയെടുക്കുക, അവരെ ഉപയോഗിക്കുക, അവരെ നിലനിർത്തി പോകുക എന്നുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത് സ്റ്റാഫിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സ്റ്റാഫിങ്ങിൽ തന്നെ വ്യത്യസ്തമായ ധർമ്മങ്ങൾ ഉൾക്കൊണ്ടിട്ടുണ്ട്. ഒന്ന് മാൻ പവർ പ്ലാനിംഗ് ആണ്. മാൻ പവർ പ്ലാനിംഗ് എന്ന് പറയുന്നത് സ്റ്റാഫിങ്ങിൻ്റെ പ്രധാനപ്പെട്ടൊരു ധർമ്മമാണ്. അതുപോലെ സെലക്ഷൻ, തിരഞ്ഞെടുപ്പ് എന്നുള്ളത്, അതുപോലെ പ്ലേസ്മെൻറ്റ് എന്നുള്ളത്, ട്രെയിനിങ്, പരിശീലനം എന്നുള്ളത്, ഇവയൊക്കെ എന്താണ്? സ്റ്റാഫിങ്ങിൻ്റെ ധർമ്മങ്ങളാണ്. അപ്പോൾ എന്ത് ചെയ്യണം? ഒരു ഓർഗനൈസേഷൻ ക്യാൻ അച്ചീവ് ഇറ്റ്സ് ഒബ്ജക്റ്റീവ് ഓൺലി വെൻ ഇറ്റ് ഹാസ് ദ റൈറ്റ് പേഴ്സൺ ഇൻ ദി റൈറ്റ് പൊസിഷൻ. ഒരു സ്ഥാപനത്തിന്, ഒരു ബിസിനസ് ഫേമിന് അവരുടെ ലക്ഷ്യങ്ങളെ നേടിയെടുക്കണം എന്നുണ്ടെങ്കിൽ ആ സ്ഥാപനത്തിലെ യഥാസ്ഥാനത്ത് അതിന് യോജിച്ചതായിട്ടുള്ള തൊഴിലാളികളെ, വ്യക്തികളെ നിയമിക്കേണ്ടതുണ്ട്. ഓക്കെ, എങ്ങനെ നമുക്ക് പറയാം? MBA കഴിഞ്ഞൊരു വ്യക്തി അയാളെ മാനേജറായിട്ട് നിയമിക്കുന്നു, CA കഴിഞ്ഞ വ്യക്തിയെ ചാർട്ടേഡ് അക്കൗണ്ടൻ്റായിട്ട് നിയമിക്കുന്നു, CS കഴിഞ്ഞ വ്യക്തിയെ കമ്പനി സെക്രട്ടറി ആയിട്ട് നിയമിക്കുന്നു. ഇങ്ങനെ ഓരോരുത്തരെയും അവർക്ക് യോജിച്ചതായ സ്ഥലങ്ങളിൽ നിയമിച്ചുകൊണ്ട് മാത്രമേ എന്ത് ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ? ഒരു സ്ഥാപനത്തിന് ആ സ്ഥാപനത്തിൻ്റെ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കുവാൻ സാധിക്കുകയുള്ളൂ. നിങ്ങൾക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത് മാനേജ്മെൻറ്റിൻ്റെ ധർമ്മങ്ങളുമായി ബന്ധപ്പെട്ട ഒരു സൈക്കിളാണ്. നമ്മൾ ആദ്യം പഠിച്ചത് ഏതാണ്? പ്ലാനിംഗ് ആണ്. പ്ലാനിംഗ് ചെയ്തു കഴിഞ്ഞാൽ രണ്ടാമത്തേതാണ് സംഘാടനം അഥവാ ഓർഗനൈസിങ് എന്നറിയപ്പെടുന്നത്. മൂന്നാമത്തേതാണ് സ്റ്റാഫിംഗ് എന്നറിയപ്പെടുന്നത്. ഓക്കെ, നാലാമത്തേത് ഡയറക്റ്റിംഗ്, അഞ്ചാമത്തെ കൺട്രോളിംഗ്. ഇതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയാണ് എന്ന് ഓർത്തു വെക്കുക. പറയല പ്ലാനിംഗ് എന്ന് വെച്ചാൽ എന്താണ്? ഐഡൻറ്റിഫൈയിങ് ഗോൾസ് ആൻഡ് ഡിറ്റർമൈൻ ബെസ്റ്റ് കോഴ്സ് ഓഫ് ആക്ഷൻ റിക്വയർഡ് ടു അച്ചീവ് ദോസ് ഗോൾ.
അതായത് ഒരു ലക്ഷ്യത്തെ തീരുമാനിക്കുകയും ആ ലക്ഷ്യത്തെ നേടിയെടുക്കുന്നതിനുള്ള ഏറ്റവും യോജിച്ചതായ ഒരു വഴി തിരഞ്ഞെടുക്കുകയും ചെയ്യുന്നു. അതാണ് പ്ലാനിങ്. ഓർഗനൈസിംഗ് എന്ന് വെച്ചാലോ, അസൈനിങ് റെസ്പോൺസിബിലിറ്റീസ് ടു ദ എംപ്ലോയീസ് വിത്ത് ഡീറ്റെയിൽഡ് സ്കില്ല് സെറ്റ്സ് നീഡഡ് ടു കംപ്ലീറ്റ് ദി ടാസ്ക്. അതായത് എന്ത് ചെയ്യുന്നു, ഓരോ തൊഴിലാളികൾക്കും ഓരോ ഉത്തരവാദിത്തങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കുന്നു, അവരവരുടെ കഴിവിനും കാര്യക്ഷമതക്കും അനുസരിച്ചുകൊണ്ട്. മൂന്നാമത് സ്റ്റാഫിംഗ് ആണ്. ഹയർ ദ റൈറ്റ് പീപ്പിൾ ഫോർ ദി റൈറ്റ് പൊസിഷൻ ടു ദ ഹെൽപ്പ് ഓഫ് ദി ഓർഗനൈസേഷൻ ടു അച്ചീവ് ഒബ്ജക്റ്റീവ്. എന്താ പറഞ്ഞിട്ടുള്ളത്? ഏറ്റവും ശരിയായ തൊഴിലാളികളെ, ശരിയായ വ്യക്തികളെ നമ്മൾ തിരഞ്ഞെടുക്കുന്നു, എന്നിട്ട് ഏറ്റവും യോജിച്ചതായ സ്ഥലത്ത് അവരെ നിയമിക്കുന്നു. എന്തിനു വേണ്ടിയിട്ട്? സ്ഥാപനത്തിൻ്റെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട്. ഓക്കെ, നമുക്ക് ഏതായാലും ഓരോന്നോരോന്നായിട്ട് നോക്കി പോവാം. അടുത്തതാണ് സ്റ്റാഫിങ്ങിൻ്റെ ഒരു ഡെഫിനീഷനാണ് പറയുന്നത്. സ്റ്റാഫിംഗ് ഓർ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ്. സ്റ്റാഫിംഗ് അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. ഈസ് ദ റിക്രൂട്ട്മെൻറ്റ്, അവിടെ നടക്കുന്ന കാര്യങ്ങളാണ് റിക്രൂട്ട്മെൻറ്റ്, സെലക്ഷൻ, ഡെവലപ്മെൻറ്റ്, യൂട്ടിലൈസേഷൻ, കോമ്പൻസേഷൻ ആൻഡ് മോട്ടിവേഷൻ ഓഫ് ഹ്യൂമൻ റിസോഴ്സസ് ഓഫ് ദി ഓർഗനൈസേഷൻ. ഒരു സ്ഥാപനത്തിൻ്റെ അകത്തുള്ള തൊഴിലാളികളെ റിക്രൂട്ട് ചെയ്യുക, അവരെ സെലക്ട് ചെയ്യുക, അതുപോലെ അവർക്ക് ഡെവലപ്മെൻറ്റ് കൊടുക്കുക, വികസനം കൊടുക്കുക, ട്രെയിനിങ് കൊടുക്കുക, അവരെ യൂട്ടിലൈസ് ചെയ്യുക, ഉപയോഗപ്പെടുത്തുക, കോമ്പൻസേഷൻ കൊടുക്കുക, അതുപോലെ തന്നെ അവർക്ക് മോട്ടിവേഷൻ കൊടുക്കുക എന്നൊക്കെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ വരുന്നത്, സ്റ്റാഫിങ്ങിൽ വരുന്നത്. അപ്പോൾ എന്തൊക്കെയാണ്? മാൻ പവർ പ്ലാനിങ് വരും, റിക്രൂട്ടിങ് വരും, സെലക്ഷൻ തിരഞ്ഞെടുപ്പ് വരും, ഓറിയൻറ്റേഷൻ അല്ലേ, ഓറിയൻറ്റേഷൻ കൊടുക്കും, അതുപോലെ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് കൊടുക്കും, അപ്രൈസൽ കൊടുക്കും, കോമ്പൻസേഷൻ കൊടുക്കും, പ്രൊമോഷൻ, ഇതൊക്കെ സ്റ്റാഫിങ്ങിൽ വരുന്നതാണ്. പിന്നെ നാച്ചർ ഓർ ഫീച്ചേഴ്സ് ഓഫ് സ്റ്റാഫിംഗ് ആണ് പറയുന്നത്. സ്റ്റാഫിംഗ് ഈസ് എ മാനേജ്മെൻറ്റ് ഫംഗ്ഷൻ. പറയാൻ സംശയമൊന്നുമില്ല, മാനേജ്മെൻറ്റിൻ്റെ മൂന്നാമത്തെ ധർമ്മമാണ് സ്റ്റാഫിംഗ് എന്ന് അറിയപ്പെടുന്നത്. ഇറ്റ് ഈസ് എ കണ്ടിന്യൂസ് നെവർ എൻഡിങ് ഫംഗ്ഷൻ. തീർച്ചയായും എന്താണ് ഇത്? സ്റ്റാഫിംഗ് എന്നറിയപ്പെടുന്നത് തുടർച്ചയായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയാണ്, അതിന് അവസാനമില്ല. ഇറ്റ് ഈസ് കൺസേൺഡ് വിത്ത് ഹ്യൂമൻ റിസോഴ്സസ് ഓഫ് ആൻ ഓർഗനൈസേഷൻ. ഒരു സ്ഥാപനത്തിൻ്റെ മാനുഷിക വിഭവങ്ങളുമായി ബന്ധപ്പെട്ടിട്ടാണ് സ്റ്റാഫിംഗ് നിലകൊള്ളുന്നത്. സ്റ്റാഫിംഗ് കൺസേൺഡ് വിത്ത് ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് ഹ്യൂമൻ റിസോഴ്സസ്. മാനുഷിക വിഭവങ്ങളെ ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗിക്കുക എന്നുള്ളതാണ് ഇവരുടെ ഉദ്ദേശം, അല്ലെങ്കിൽ സ്റ്റാഫിങ്ങിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം അല്ലേ? അതാണ് പറയുന്നത്. ഇമ്പോർട്ടൻസ്, അടുത്ത് പറഞ്ഞ ഇമ്പോർട്ടൻസ് ആണ്. ഇമ്പോർട്ടൻസ് ഓഫ് സ്റ്റാഫിംഗ്. ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു സ്ഥാപനത്തിൽ മറ്റെല്ലാ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഉണ്ടെങ്കിൽ പോലും ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ഏതിനാണ്? ലേബറിനാണ്. നമുക്കറിയാം ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, ഉൽപ്പാദക ഘടകങ്ങൾ ഏതൊക്കെയാണ്? പ്രധാനമായിട്ടും ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ ആൻഡ് ഓർഗനൈസേഷൻ. ഏതൊക്കെയാണ്? ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ ആൻഡ് ഓർഗനൈസേഷൻ. സ്ഥാപനം, അതുപോലെ ഭൂമി, തൊഴിലാളികൾ, മൂലധനം, ഈ കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത്? പ്രധാനമായിട്ടും വരുന്നത്. ഇറ്റ് ഹാസ് ബീൻ എസ്റ്റിമേറ്റഡ് ദാറ്റ് ലേബർ കോസ്റ്റ് ഇൻ കേസ് ഓഫ് മാനുഫാക്ചറിങ് കൺസേൺ അമൗണ്ട് 60% ഓഫ് സെല്ലിംഗ് കോസ്റ്റ്. ഒരു ഉൽപ്പന്നത്തിൻ്റെ വിൽപ്പന വിലയുടെ 60% എന്തായിരിക്കും? ലേബർ കോസ്റ്റാണ് ആഡ് ചെയ്യുന്നത്. തൊഴിലാളികളുടെ തൊഴിലെടുക്കുന്നതിൻ്റെ കോസ്റ്റാണ് ആഡ് ചെയ്യുന്നത്. ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു ഉൽപ്പന്നം ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥാപനം, ആ സ്ഥാപനത്തിൽ ഉണ്ടാക്കുന്ന ഉൽപ്പന്നം, ആ ഉൽപ്പന്നത്തിൻ്റെ വിലയിൽ 60% ലേബർ കോസ്റ്റാണ്, തൊഴിലാളി ചെലവാണ്. അതായത് തൊഴിലാളികളുടെ ഇത് ഉൽപ്പാദിപ്പിക്കാൻ ആവശ്യമായി വന്ന ലേബർ കോസ്റ്റാണ് പരിഗണിക്കുന്നത്. അപ്പോൾ എന്താണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം? ഏറ്റവും കൂടുതൽ ആരെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ഒരു ബിസിനസ് ഫേം ഹ്യൂമൻ റിസോഴ്സിനെയാണ്, മാനുഷിക വിഭവങ്ങളെയാണ് ആശ്രയിച്ചിരിക്കുന്നത്. ഏത്? ഒരു ബിസിനസ് സ്ഥാപനം. വർക്ക് ഫോഴ്സ് ഈസ് ലൈഫ് ഫോഴ്സ് എന്നാണ്. ഒരു ജീവനാഡി, ഒരു ബിസിനസ് സ്ഥാപനത്തിൻ്റെ ജീവനാഡിയാണ് അവിടെയുള്ള തൊഴിലാളികളെന്ന് നമുക്ക് പറയാൻ സാധിക്കും. അതുപോലെ ഇംപ്രൂവ്സ് എംപ്ലോയി സാറ്റിസ്ഫാക്ഷൻ, എംപ്ലോയീസിൻ്റെ സാറ്റിസ്ഫാക്ഷൻ കൂടുന്നു. അതുപോലെ കോമ്പിറ്റൻസിയും എഫിഷ്യൻസിയും കൂടുന്നു. തൊഴിലാളികൾക്ക് മോട്ടിവേഷൻ കിട്ടുന്നു. അതുപോലെ നിലവിലുള്ള എല്ലാവിധത്തിലുള്ള റിസോഴ്സുകളെയും എന്ത് ചെയ്യുന്നു? പരമാവധി ഉപയോഗപ്പെടുത്തുന്നു. ഓക്കെ, അതാണ് ചെയ്യുന്നത്.
ഇമ്പോർട്ടൻസിൽ പറയുന്നത് ഹെൽപ്സ് ഇൻ ഒബ്റ്റെയിനിങ് കോമ്പീറ്റൻറ്റ് പേഴ്സണൽ, ഏറ്റവും കഴിവുള്ള കാര്യക്ഷമമായിട്ടുള്ള വ്യക്തികളെ, തൊഴിലാളികളെ തിരഞ്ഞെടുക്കുവാൻ വേണ്ടി സ്റ്റാഫിംഗ് സഹായിക്കുന്നുണ്ട്. അതുപോലെ എൻഷുർ മാക്സിമം പ്രൊഡക്ടിവിറ്റി ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കുവാൻ സഹായിക്കുന്നുണ്ട്. അതുപോലെ ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് മാൻ പവർ തൊഴിലാളികളെ ഏറ്റവും നന്നായിട്ട് എന്ത് ചെയ്യുക, മാൻ പവറിനെ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അതുപോലെ ജോബ് സാറ്റിസ്ഫാക്ഷൻ, തൊഴിലിലുള്ള സംതൃപ്തി വർദ്ധിക്കുന്നു. അതുപോലെ എന്ത് ചെയ്യുന്നു, തൊഴിലാളികൾക്കിടയിലുള്ള മൊറയിൽ വർദ്ധിപ്പിക്കുന്നു. അതുപോലെ മറ്റെല്ലാ ഫംഗ്ഷനുകൾക്കും ഏറ്റവും കാര്യക്ഷമമായി പ്രവർത്തിക്കണമെങ്കിൽ ആര് പ്രവർത്തിക്കണം, ഈ പറയുന്ന സ്റ്റാഫിങ്ങിൽ ഇവർ പ്രവർത്തിക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, പിന്നെ സ്കോപ്പൊക്കെ പറയുന്നുണ്ട്. അതിൽ പറയുന്ന റിക്രൂട്ട്മെൻ്റ് ഉണ്ട്. അതുപോലെ ഏറ്റവും ക്വാളിഫൈഡ് ആയിട്ടുള്ള തൊഴിലാളികളെ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് റിക്രൂട്ട്മെൻറ്റ് ഉപയോഗിക്കുന്നത്. അതുപോലെ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഓരോ ജോലിയെയും കൃത്യമായി വിശകലനം ചെയ്യുകയും എന്നിട്ട് ജോലിയെക്കുറിച്ചൊരു ഡിസ്ക്രിപ്ഷൻ തയ്യാറാക്കുന്നു. അതുപോലെ എത്രയായിരിക്കണം കോമ്പൻസേഷൻ, ഇൻസെൻറ്റീവൊക്കെ കൊടുക്കേണ്ടത്, ശമ്പളവും മറ്റ് ഇൻസെൻറ്റീവുകളും എത്രയാണ് കൊടുക്കേണ്ടതെന്ന് തീരുമാനിക്കുന്നു. തൊഴിലാളികൾക്ക് ആവശ്യമായ പരിശീലനവും വികസനത്തിനും വേണ്ട കാര്യങ്ങളൊക്കെ എടുക്കുന്നു. അതുപോലെ തൊഴിലാളികൾ തമ്മിലുള്ള ഒരു ബന്ധം നിലനിർത്തി പോരുന്നു. ട്രേഡ് യൂണിയനുകളുമായിട്ട് എന്ത് ചെയ്യുന്നു, നല്ല ബന്ധം നിലനിർത്തി പോരുന്നു. ഇതൊക്കെയാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിൻ്റെ സ്കോപ്പ് അല്ലെങ്കിൽ സ്റ്റാഫിങ്ങിൻ്റെ സ്കോപ്പ് എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, പിന്നെ ഇത് നമുക്ക് പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. പിന്നെ സ്റ്റാഫിംഗ് ആൻഡ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് ശ്രദ്ധിക്കേണ്ട കാര്യം, സ്റ്റാഫിംഗ് ഈസ് സീൻ ഇൻ സ്മോൾ ബിസിനസ് ഓർഗനൈസേഷൻ വൈൽ HRM ഈസ് ഇൻ ലാർജ് ഓർഗനൈസേഷൻ. ചെറുകിട സ്ഥാപനങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒന്നാണ് ഇത് സ്റ്റാഫിംഗ് എന്ന് അറിയപ്പെടുന്നത്. എന്നാൽ അത് വലിയ സ്ഥാപനങ്ങളിലേക്ക് പോകുമ്പോൾ, വലിയ ബിസിനസ് സ്ഥാപനങ്ങളിലേക്ക് പോകുമ്പോൾ അതറിയപ്പെടുന്നത് എന്താണ്, HRM എന്നുള്ളതാണ്. ഓക്കെ, സ്റ്റാഫിങ്ങിൽ എംപ്ലോയീസിനെ സ്ഥാപനത്തിലെ വർക്കേഴ്സായിട്ടാണ് പരിഗണിക്കുന്നത്. ശ്രദ്ധിക്കുക, സ്റ്റാഫിങ്ങിൽ എംപ്ലോയീസ് ട്രീറ്റഡ് ആസ് മിയർ വർക്കേഴ്സ്. ശ്രദ്ധിക്കേണ്ട കാര്യം, ഇൻ സ്റ്റാഫിംഗ് ദ എംപ്ലോയീസ് ട്രീറ്റഡ് ആസ് വർക്കേഴ്സ്. എംപ്ലോയീസിനെ ഒരു സ്ഥാപനത്തിലെ തൊഴിലാളികളെ വെറും വർക്കേഴ്സായിട്ട് മാത്രമേ ഇതിൽ കാണുന്നുള്ളൂ, സ്റ്റാഫിങ്ങിൽ കാണുന്നുള്ളൂ. പക്ഷേ ഇൻ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിൽ എംപ്ലോയീസ് കൺസിഡേർഡ് ആസ് ദി റിസോഴ്സ് ഓഫ് ദി കമ്പനി. ഒരു കമ്പനിയുടെ റിസോഴ്സ് ആയിട്ടാണ് പരിഗണിക്കുന്നത്. അതായത് ക്യാപിറ്റൽ പോലെ, ലാൻഡ് പോലെയുള്ള ഒരു റിസോഴ്സ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇതിനെ പരിഗണിക്കുന്നത് എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, സ്റ്റാഫിംഗ് എന്ന് പറയുന്ന കാര്യം എല്ലാ ലെവലിലും, ടോപ്പ് ലെവലിലും മിഡിൽ ലെവലിലും ലോവർ ലെവലിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, HRM ആണ് കുറച്ചും കൂടി ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ളതെന്ന് പറയുന്നു. പിന്നെ ഫങ്ഷൻസ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ്. ഒരു ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഫംഗ്ഷനുകൾ എന്ന് പറഞ്ഞാൽ മാനേജീരിയൽ ഫംഗ്ഷൻ ഉണ്ടാവും, അതുപോലെ ഓപ്പറേറ്റീവ് ഫംഗ്ഷൻ ഉണ്ടാവും. മാനേജീരിയൽ ഫംഗ്ഷൻ എന്ന് വെച്ചാൽ പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, ഡയറക്റ്റിംഗ്, കൺട്രോളിങ്, ഇതൊക്കെ വരും. അതായത് മാനേജ്മെൻറ്റിൻ്റെ ഫംഗ്ഷനുകളൊക്കെ ആര് ചെയ്യുന്നുണ്ട്, ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ് മാനേജ്മെൻറ്റ് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ ഓപ്പറേറ്റീവ് ഫംഗ്ഷൻസ് ഉണ്ട്, പ്രൊക്യൂർമെൻറ്റ്, ഡെവലപ്മെൻറ്റ്, കോമ്പൻസേഷൻ, മെയിൻ്റനൻസ്, മോട്ടിവേഷൻ, ഇൻ്റഗ്രേഷൻ ഒക്കെയാണ് അതിൽ വരുന്നത്. ഓക്കെ, ഹ്യൂമൻ റിസോഴ്സുമായി ബന്ധപ്പെട്ട് മാനേജ്മെൻറ്റിൻ്റെ പ്രോസസ്സാണ് അടുത്ത് പറയാനുള്ളത്. ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിംഗ് ഉണ്ട്, സ്റ്റാഫിങ്, ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ്, പെർഫോമൻസ് അപ്രൈസൽ, കോമ്പൻസേഷൻ ആണുള്ളത്. അതിൽ സ്റ്റാഫിങ്ങിൽ റിക്രൂട്ട്മെൻറ്റും സെലക്ഷനും വരുന്നുണ്ട്. അപ്പോൾ നമുക്കിതിൽ പ്രധാനമായിട്ടും ഇനി പഠിക്കാനുള്ളൊരു കാര്യം, അല്ലെങ്കിൽ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യമാണ് എലമെൻറ്റ്സ് ഓഫ് സ്റ്റാഫിംഗ് അല്ലെങ്കിൽ സ്റ്റാഫിംഗ് പ്രോസസ്സ് എന്നറിയപ്പെടുന്നത്. ഓക്കെ, ദ ഒബ്ജക്റ്റീവ് ഓഫ് സ്റ്റാഫിംഗ് ഫംഗ്ഷൻ ഈസ് ടു ഒബ്റ്റെയിൻ ദ മോസ്റ്റ് കോമ്പീറ്റൻറ്റ് ആൻഡ് ബെസ്റ്റ് അവൈലബിൾ സ്റ്റാഫ്. ശ്രദ്ധിക്കേണ്ട കാര്യം, സ്റ്റാഫിങ്ങിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്, ഒരു ബിസിനസ് സ്ഥാപനത്തിന് ഏറ്റവും കാര്യക്ഷമമായ, ഏറ്റവും കഴിവുള്ള തൊഴിലാളികളെ നേടിയെടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, അതിന് 8ഓളം സ്റ്റെപ്പുകളുണ്ട്. ഒന്ന്, എസ്റ്റിമേറ്റിംഗ് ദ മാൻ പവർ റിക്വയർമെൻറ്റ്സ്. 1, 2 റിക്രൂട്ട്മെൻറ്റ്, 3 സെലക്ഷൻ, 4 പ്ലേസ്മെൻറ്റ് ആൻഡ് ഓറിയൻറ്റേഷൻ, 5 ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ്, 6 പെർഫോമൻസ് അപ്രൈസൽ, 7 പ്രൊമോഷൻ ആൻഡ് കരിയർ പ്ലാനിങ്, 8 കോമ്പൻസേഷൻ. ഒന്നാമത്തത് എസ്റ്റിമേറ്റിംഗ് ദി മാൻ പവർ പ്ലാനിംഗ് ആണ്. മാൻ പവർ റിക്വയർമെൻറ്റ്സ്, അതിന് മാൻ പവർ പ്ലാനിംഗ് എന്നും വിളിക്കുന്നുണ്ട്. ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ചെയ്യേണ്ടത്, ഒരു ബിസിനസ് തുടങ്ങുന്ന ഒരു വ്യക്തി, അയാൾ ആദ്യം എസ്റ്റിമേറ്റ് വെക്കണം, ഒരു കണക്കാക്കണം, എത്ര തൊഴിലാളികളെ വേണം. ഒരു ഹോട്ടൽ തുടങ്ങുന്ന വ്യക്തിയാണെങ്കിൽ അടുക്കളയിലേക്ക്, കിച്ചണിലേക്ക് എത്ര ആളുകളെ, എത്ര സ്റ്റാഫ് വേണം,
ഏതെല്ലാം സ്റ്റാഫുകൾ വേണം, അതുപോലെ അവിടെ സെർവ് ചെയ്യുവാൻ എത്ര ആളുകൾ വേണം, അല്ലെങ്കിൽ കൊറിയർ സർവീസ് അല്ലെങ്കിൽ പാഴ്സൽ സർവീസ് ഉണ്ടെങ്കിൽ ആ പാഴ്സൽ സർവീസിന് എത്ര ആളുകൾ വേണം. അങ്ങനെ ഓരോന്നോരോന്നായിട്ട് കൃത്യമായിട്ട് പ്ലാൻ ചെയ്യണം. നമ്മുടെ ബിസിനസ് സ്ഥാപനത്തിൽ എത്രത്തോളം തൊഴിലാളികളെ വേണം എന്നുള്ളത്. ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ഡിറ്റർമൈനിങ് നമ്പർ ആൻഡ് ടൈപ്സ് ഓഫ് സ്റ്റാഫ് റിക്വയർഡ് ബൈ ആൻ ഓർഗനൈസേഷൻ. ഒരു സ്ഥാപനത്തിൽ എത്രത്തോളം തൊഴിലാളികൾ, ഏതെല്ലാം തരത്തിലുള്ള തൊഴിലാളികൾ വേണമെന്ന് കണ്ടെത്തുന്നതാണ് ഇത് എസ്റ്റിമേറ്റിംഗ് ദി മാൻ പവർ റിക്വയർമെൻറ്റ്സ്. അതായത് നമുക്കറിയാം, നമുക്ക് മിഡിൽ ലെവൽ മാനേജ്മെൻറ്റിൽ ആര് വേണം? മാനേജേഴ്സിനെ വേണ്ടി വരും, ഡിപ്പാർട്ട്മെൻറ്റൽ മാനേജേഴ്സ്. ലോവർ ലെവൽ മാനേജ്മെൻറ്റിൽ ഫോർമാന്, ക്ലർക്ക്, റൂട്ട് ക്ലർക്ക് അങ്ങനെ പറഞ്ഞിട്ടുള്ള ആളുകൾ, അതർ എംപ്ലോയീസ് വേണം. അപ്പോൾ ഇവരെയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? കണ്ടെത്തേണ്ടതുണ്ട്. അതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? കൃത്യമായ അനാലിസിസ് നടത്തിയിട്ടാണ് എന്ത് ചെയ്യുക? നമ്മളിത് കണ്ടെത്തുക. ഇങ്ങനെ മാൻ പവർ പ്ലാനിങ് നടത്തുക വഴി ഓവർ സ്റ്റാഫിങ് നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. അതുപോലെ അണ്ടർ സ്റ്റാഫ്ഡ് സിറ്റുവേഷനും. ഓവർ സ്റ്റാഫിങ് പറഞ്ഞാൽ എന്താ? കൂടുതൽ തൊഴിലാളികളും അത്ര തന്നെ പണിയില്ലാത്ത അവസ്ഥയും നമ്മുടെ സ്ഥാപനത്തിൽ. അതായത് തൊഴിൽ കുറവും ജോലിക്കാർ കൂടുതലുമായിട്ടുള്ള അവസ്ഥയാണ് ഓവർ സ്റ്റാഫിങ്. അങ്ങനെയുള്ള എണ്ണം ഇല്ലാതാക്കുക. അതുപോലെ അണ്ടർ സ്റ്റാഫിങ്ങും ഉണ്ടാവും ചിലപ്പോൾ. എങ്ങനെയാണ്? തൊഴിലാളികൾ എന്ത് ചെയ്യുന്നു? കുറവും ജോലി ഭാരം കൂടുതലുമാകുന്ന അവസ്ഥ. ഇതൊക്കെ ഒഴിവാക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നമുക്ക് എത്ര മാൻ പവർ വേണം, നമുക്ക് എത്ര തൊഴിലാളികൾ വേണം, ഏതെല്ലാം തരത്തിലുള്ള തൊഴിലാളികൾ വേണം എന്നൊക്കെ എസ്റ്റിമേറ്റ് ചെയ്യണം. രണ്ടാമത്തേതാണ് റിക്രൂട്ട്മെൻറ്റ്. റിക്രൂട്ട്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ സെർച്ചിങ് ഓഫ് പ്രോസ്പെക്റ്റീവ് എംപ്ലോയീസ് ആൻഡ് സ്റ്റിമുലേറ്റിംഗ് ദം ടു അപ്ലൈ ഫോർ ജോബ്സ് ഇൻ ദി ഓർഗനൈസേഷൻ. റിക്രൂട്ട്മെൻറ്റ് എന്നറിയപ്പെടുന്നത് എന്താണ്? സെർച്ചിങ് ഓഫ് പ്രോസ്പെക്റ്റീവ് എംപ്ലോയീസ്. കമ്പനിക്ക് ആവശ്യമായിട്ടുള്ള തൊഴിലാളികളെ സെർച്ച് ചെയ്യുന്ന ആ പ്രൊസീജിയറാണ് ഇത് റിക്രൂട്ട്മെൻറ്റ് എന്നറിയപ്പെടുന്നത്. മാത്രമല്ല, റിക്രൂട്ട്മെൻറ്റിൽ എന്താണ് ചെയ്യുന്നത്? കമ്പനിക്ക് ആവശ്യമായ തൊഴിലാളികളെ കണ്ടെത്തുക എന്നുള്ള ഉത്തരവാദിത്തമാണ് ഇവിടെ. സെർച്ച് ചെയ്യുക, അതിനുള്ള അന്വേഷിക്കുക എന്നുള്ള ഉത്തരവാദിത്തമാണ് റിക്രൂട്ട്മെൻറ്റിലുള്ളത്. എന്നിട്ട് എന്ത് ചെയ്തു? കണ്ടെത്തിയാൽ മാത്രം പോരാ, അവരെ കൊണ്ടെന്ത് ചെയ്യണം? നമ്മുടെ സ്ഥാപനത്തിലെ ജോലിക്ക് വേണ്ടി അപ്ലൈ ചെയ്യിക്കാൻ വേണ്ടിയിട്ടും ശ്രമിക്കണം. ഇൻ അതർ വേർഡ്സ്, റിക്രൂട്ട്മെൻറ്റ് മീൻസ് ഡിസ്കവറിങ് ദ സോഴ്സ് ഓഫ് എംപ്ലോയീസ്. എംപ്ലോയീസിൻ്റെ ഉറവിടം കണ്ടെത്തുക എന്നുള്ളതാണ് ഇത് റിക്രൂട്ട്മെൻറ്റ് കൊണ്ട് അർത്ഥമാക്കുന്നത്. റിക്രൂട്ട്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് പ്രോസസ്സാണ്. ശ്രദ്ധിക്കുക, റിക്രൂട്ട്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു പോസിറ്റീവ് പ്രക്രിയയാണ്. കാരണം ബിക്കോസ് ഇറ്റ് എൻകറേജസ് മാക്സിമം നമ്പർ ഓഫ് പീപ്പിൾ ടു അപ്ലൈ ഫോർ ജോബ്. ഇതെന്ത് ചെയ്യുന്നുണ്ട്? ഇത് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ട്? കൂടുതൽ ആളുകളോട് ജോലിക്ക് വേണ്ടി അപേക്ഷിക്കാൻ വേണ്ടി പ്രോത്സാഹിപ്പിക്കുന്ന ഒന്നാണ് ഏത്? റിക്രൂട്ട്മെൻറ്റ്. അതുകൊണ്ട് തന്നെ ഇതൊരു പോസിറ്റീവ് പ്രോസസ്സാണ്. പിന്നെ റിക്രൂട്ട്മെൻറ്റ് എന്ത് ചെയ്യുക? ഇൻറ്റേർണൽ സോഴ്സിൽ നിന്നും എക്സ്റ്റേണൽ സോഴ്സിൽ നിന്നും നമുക്ക് ചെയ്യാം. ഇൻറ്റേർണൽ സോഴ്സ്, അതായത് ആന്തരിക ബിസിനസ് സ്ഥാപനത്തിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ എന്ത് ചെയ്യുക? നമുക്ക് ആവശ്യമായ തൊഴിലാളികളെ അന്വേഷിച്ച് കണ്ടെത്താവുന്നതാണ്. എങ്ങനെയാണ് ഇൻറ്റേർണൽ സോഴ്സ് എന്ന് കണ്ടെത്തുക? എക്സാമ്പിളാണ് പ്രമോഷൻ നൽകിയിട്ട്, ജോലിയിൽ സ്ഥാനക്കയറ്റം നൽകിയിട്ട്, അതുപോലെ ട്രാൻസ്ഫർ, ജോലിയിൽ നിന്ന് മാറ്റം നൽകിക്കൊണ്ടൊക്കെ എന്ത് ചെയ്യാം? നമ്മുടെ സ്ഥാപനത്തിൻ്റെ ഓർഗനൈസേഷൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് ആളുകളെ കണ്ടെത്താം. ഇനി അതല്ല, എക്സ്റ്റേണൽ സോഴ്സിൽ നിന്ന് കണ്ടെത്താം. എങ്ങനെയാണ്? എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് വഴി, പ്ലേസ്മെൻറ്റ് കൺസൾട്ടൻസ് വഴി, കോൺട്രാക്ടേഴ്സ് വഴിയൊക്കെ എന്ത് ചെയ്യാം? നമുക്ക് ആളുകളെ കണ്ടെത്താം. മൂന്നാമത്തതാണ് സെലക്ഷൻ. ശ്രദ്ധിക്കുക, റിക്രൂട്ട്മെൻറ്റ് എന്ന് വെച്ചാൽ എന്താണ്? നമുക്ക് ആവശ്യമായ തൊഴിലാളികളെ അന്വേഷിക്കുന്ന, നമ്മുടെ ബിസിനസ് സ്ഥാപനത്തിലേക്ക് ആവശ്യമായ തൊഴിലാളികളെ അന്വേഷിക്കുന്ന ഒരു പ്രക്രിയയാണ് ഇത് സെലക്ഷൻ എന്നറിയപ്പെടുന്നത്. ഓക്കെ, അന്വേഷിക്കുന്ന പ്രക്രിയയാണ് റിക്രൂട്ട്മെൻറ്റ് എന്നറിയപ്പെടുന്നത്. ഇറ്റ് ഈസ് എ പോസിറ്റീവ് പ്രോസസ്സ്. അതൊരു പോസിറ്റീവായിട്ടുള്ള പ്രക്രിയയാണ്. കാരണം എന്താണ്? അവിടെ ആളുകളെ കൊണ്ട് ഈ ജോലിക്ക് വേണ്ടി അപ്ലൈ ചെയ്യിക്കുവാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? റിക്രൂട്ട്മെൻറ്റ് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പോസിറ്റീവ് പ്രോസസ്സാണ്. സെലക്ഷൻ എന്ന് വെച്ചാൽ എന്താണ്? സെലക്ഷൻ ഈസ് എ പ്രോസസ് ഓഫ് ചൂസിങ് ദി ബെസ്റ്റ് പേഴ്സൺ ഫോർ എ പർട്ടിക്കുലർ ജോബ്. ഒരു പ്രത്യേക തൊഴിലിന് വേണ്ടി, ഒരു പ്രത്യേക ജോലിക്ക് ഏറ്റവും സ്യൂട്ടബിളായ, ഏറ്റവും യോജിച്ചതായ ഒരു വ്യക്തിയെ കണ്ടെത്തുന്ന പ്രക്രിയയാണ് ഇത് ഈ പറയുന്ന സെലക്ഷൻ സ്റ്റാർട്ട്സ് വേർ റിക്രൂട്ട്മെൻറ്റ് എൻഡ്സ്. റിക്രൂട്ട്മെൻറ്റ് എന്ന് പറയുന്ന പ്രക്രിയ എവിടെയാണോ അവസാനിക്കുന്നത് അവിടെ നിന്നുമാണ് സെലക്ഷൻ തുടങ്ങുന്നത്. സെലക്ഷൻ ഈസ് എ നെഗറ്റീവ് പ്രോസസ്സ്.
സെലക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? നെഗറ്റീവ് പ്രോസസ്സാണ്. കാരണം ആസ് ഇറ്റ് ഇൻവോൾവ്സ് റിജക്ഷൻ ഓഫ് അൺസ്യൂട്ടബിൾ കാൻഡിഡേറ്റ്സ്, യോജിച്ചതല്ലാത്ത അൺസ്യൂട്ടബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് ആളുകളെ എന്ത് ചെയ്യാം? ഇതിൽ നിന്നും ഒഴിവാക്കും. നമുക്കറിയാലോ, ജോലിക്ക് അപേക്ഷിക്കുവാൻ എല്ലാവർക്കും പറ്റും അല്ലേ? PSCക്ക് അപേക്ഷിക്കുവാൻ എല്ലാവർക്കും പറ്റും, എക്സാം എഴുതുവാനും എല്ലാവർക്കും പറ്റും. പക്ഷേ PSCയിൽ എല്ലാവർക്കും ജോലി കിട്ടുന്നുണ്ടോ? അതുപോലെ തന്നെ, അതുകൊണ്ട് തന്നെ നെഗറ്റീവ് പ്രോസസ്സാണ്. സെലക്ഷൻ ഈസ് ഡൺ ത്രൂ എ പ്രോസസ്സ്. സെലക്ഷൻ വ്യത്യസ്തമായ തലങ്ങളിലൂടെ, പ്രക്രിയയിലൂടെയാണ് നടക്കുന്നത്. ആദ്യം ഒരു ടെസ്റ്റ് നടത്തും, പിന്നെ ഇൻ്റർവ്യൂ നടത്തും. അങ്ങനെ എന്ത് ചെയ്യുന്നു? ഒരുപാട് ഇതിലൂടെയാണ് എന്ത് ചെയ്യുന്നത്. ഓക്കെ. നാലാമത്തതാണ് പ്ലേസ്മെൻറ്റ് ആൻഡ് ഓറിയൻറ്റേഷൻ. ശ്രദ്ധിക്കേണ്ട കാര്യം, പ്ലേസ്മെൻറ്റും ഓറിയൻറ്റേഷനും ഒരുമിച്ച് പറയാനുള്ള സാഹചര്യം എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ആദ്യം പ്ലേസ്മെൻറ്റ് എന്ന് വെച്ചാൽ എന്താണ്? റെഫേഴ്സ് ടു ദ പോസ്റ്റിംഗ് ഓഫ് ദി സെലക്റ്റഡ് എംപ്ലോയീസ് ഇൻ ദി പോസ്റ്റ് ഫോർ വിച്ച് ഹി ഈസ് സെലക്റ്റഡ്. അതായത് പ്ലേസ്മെൻറ്റ് പറഞ്ഞാൽ എന്താ? ഒരു തൊഴിലാളിയെ സെലക്ട് ചെയ്തു, ആ സെലക്ട് ചെയ്ത തൊഴിലാളിയെ എന്ത് ചെയ്യുക? അയാളുടെ തൊഴിൽ സ്ഥാനത്ത് പോസ്റ്റ് ചെയ്യുക, നിയമിക്കുക എന്നുള്ളതാണ് ഇത്. ആഫ്റ്റർ സെലക്ഷൻ ദ എംപ്ലോയി ഈസ് ഗിവൺ അപ്പോയിൻമെൻറ്റ്. സെലക്ട് ചെയ്ത തൊഴിലാളി എന്ത് ചെയ്യുന്നു? ആ സ്ഥാനത്തേക്ക്, ആ തൊഴിലിലേക്ക് എന്ത് ചെയ്യുന്നു? അപ്പോയിൻറ്റ് ചെയ്യുന്നു. ലെറ്റർ ആൻഡ് ഈസ് ആസ്ക്ഡ് ടു ഒക്യുപ്പൈ വേക്കൻറ്റ് ജോബ് പൊസിഷൻ, ദിസ് ഈസ് കോൾഡ് പോസ്റ്റിംഗ്. എന്ത് ചെയ്യുന്നു? അവിടെ ഒരാളെ അപ്പോയിൻറ്റ് ചെയ്യുന്നു. പിന്നെ ഓറിയൻറ്റേഷൻ എന്നുള്ളതാണ്. ശ്രദ്ധിക്കേണ്ട കാര്യം, ഓറിയൻറ്റേഷൻ എല്ലാവർക്കും കൊടുക്കാറുണ്ട് പൊതുവെ. ഓറിയൻറ്റേഷൻ എപ്പോഴും കൊടുക്കുക എന്താണ്? ഏത് സാഹചര്യത്തിലാണ് ഓറിയൻറ്റേഷൻ കൊടുക്കുക? ഓറിയൻറ്റേഷൻ കൊടുക്കുന്ന എപ്പോഴാന്ന് വെച്ചാൽ, ഓറിയൻറ്റേഷൻ എന്ന് കൊടുക്കുന്നത് എപ്പോഴാന്ന് വെച്ചാൽ, അൺഫെമിലിയർ ആയിട്ടുള്ള, നമുക്ക് അത്രത്തോളം പരിചിതമല്ലാത്ത ഒരു കാര്യത്തെ, പരിചിതമല്ലാത്ത ഒരു സന്ദർഭത്തെ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഓറിയൻറ്റേഷൻ വെക്കുന്നത്. ഓറിയൻറ്റേഷൻ റെഫേഴ്സ് ടു ദ ഇൻട്രൊഡ്യൂസിങ് ഓർ ഫെമിലിയറൈസിങ് the selected employee to his superiors, subordinates and colleagues and familiarizing him with the rules and policies of the organization. ഒരു എംപ്ലോയി ഒരു ബിസിനസ് ഓർഗനൈസേഷനിൽ, ബിസിനസ് സ്ഥാപനത്തിൽ എന്ത് ചെയ്തു? അപ്പോയിൻ്റ് ചെയ്തു, അയാൾക്ക് ജോലി കിട്ടി, പ്ലേസ്മെൻറ്റ് കിട്ടി. ആ തൊഴിലാളിക്ക് ദാറ്റ് എംപ്ലോയി ഈസ് അൺഫെമിലിയർ അബൌട്ട് ദാറ്റ് ബിസിനസ് ഫേം ആൻഡ് ദ എംപ്ലോയീസ് ആൻഡ് ദ സുപ്പീരിയർ സ്റ്റാഫ് ആൻഡ് സബോർഡിനേറ്റ് സ്റ്റാഫ്. ആ സ്ഥാപനത്തിൽ ജോലി കിട്ടിയ വ്യക്തിക്ക് ആ സ്ഥാപനത്തെക്കുറിച്ചോ, സ്ഥാപനത്തിലെ തൊഴിലാളികളെക്കുറിച്ചോ, തൻ്റെ മേധാവികളെക്കുറിച്ചോ ഒന്നും ധാരണ ഉണ്ടാവില്ല. അത്തരത്തിലുള്ള സാഹചര്യത്തിൽ തൊഴിലാളിക്ക് തൻ്റെ സബോർഡിനേറ്റ്സിനെ കുറിച്ച്, സുപ്പീരിയേഴ്സിനെ കുറിച്ച്, കൊളീഗ്സിനെ കുറിച്ച്, അതുപോലെ സ്ഥാപനത്തിലെ നിയമങ്ങളെയും റൂൾസിനെയും റെഗുലേഷൻസിനെയും ഒക്കെ കുറിച്ച്, സ്ഥാപനത്തിൻ്റെ നയങ്ങളെയൊക്കെ കുറിച്ചൊക്കെ വിവരങ്ങൾ അറിയിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു പ്രോഗ്രാമാണ് ഓറിയൻറ്റേഷൻ പ്രോഗ്രാം. ഫെമിലിയറൈസ് ചെയ്യുക, നമ്മൾ ഫെമിലിയർ ആവുക, പരിചയപ്പെടുക, നമ്മളെന്ത് ചെയ്യുക? താതാത്മ്യം പ്രാപിക്കുക, നിലവിലുള്ള സാഹചര്യത്തോട് ചേർന്ന് കൊണ്ട് പോകുന്നതിന് വേണ്ടിയിട്ട് ശ്രമിക്കുക. അതിനു വേണ്ടി നടത്തുന്ന ഒരു പ്രക്രിയയാണ് ഇത് ഓറിയൻറ്റേഷൻ എന്നറിയപ്പെടുന്നത്. അഞ്ചാമത്തതാണ് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ്. ട്രെയിനിങ് എന്ന് വെച്ചാൽ എന്താണ്? പരിശീലനം നൽകുക, അതിലൂടെ വികസനം ഉണ്ടാവുക, പുതിയ കഴിവുകൾ, പുതിയ അറിവുകൾ, പുതിയതായ ചില ചിന്തകൾ ഒക്കെ കൈമാറുവാനും, പുതിയ കഴിവുകൾ നേടിയെടുക്കുവാനും, പുതിയ അറിവുകൾ പകർന്നു കൊടുക്കുവാനും ഒക്കെ വേണ്ടിയിട്ടാണ് ട്രെയിനിങ് ഡെവലപ്മെൻ്റ് ഒക്കെ ഉള്ളത് അല്ലേ? ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു എംപ്ലോയി അയാൾ സെലക്ട് ചെയ്തു അല്ലേ? ഈ സെലക്റ്റഡ് ഇൻ ദി ഓർഗനൈസേഷൻ ആൻഡ് ഹീ ഈസ് അപ്പോയിൻറ്റഡ് ഇൻ ദി ഓർഗനൈസേഷൻ ആൻഡ് ഹീ ഗോട്ട് ദ പ്ലേസ്മെൻറ്റ് ആൻഡ് ഓറിയൻറ്റേഷൻ. സ്ഥാപനത്തെക്കുറിച്ചൊക്കെ വിവരം കിട്ടി, അയാൾ ജോലിയിൽ കയറി പ്രവേശിച്ചു. പക്ഷേ ഹി മേ നോട്ട് ഹാവ് ദ സ്കിൽ ടു പെർഫോം ദാറ്റ് ജോബ്. പക്ഷേ ആ വ്യക്തിക്ക് എന്തുണ്ടാവില്ല? ആ ജോലി ചെയ്യുവാനുള്ള കഴിവ് ചിലപ്പോൾ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ദാറ്റ് ടൈം ദ എംപ്ലോയി നീഡ്സ് എക്സ്പെർട്ടൈസ്. എംപ്ലോയീസിന് എന്ത് വേണം? എക്സ്പെർട്ടൈസ് വേണം. അതിനുവേണ്ടി സഹായിക്കുന്നതാണ് ട്രെയിനിങ് എന്നറിയപ്പെടുന്നത്. ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റിലൂടെ അങ്ങനെയാണ് ചെയ്യുന്നത്. പരിശീലനം നൽകുക. ഓക്കെ, നിങ്ങൾ കണ്ടിട്ടില്ലേ? തെങ്ങ് കയറ്റ പരിശീലനം സ്ത്രീകൾക്കൊക്കെ കൊടുക്കാറുണ്ട്. തെങ്ങ് കയറ്റ പരിശീലനം, തെങ്ങിൽ കയറിയുന്ന മെഷീനില്ലേ,
അത് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യും, തെങ്ങിൽ കയറുന്ന പരിശീലനം കൊടുക്കാറുണ്ട്. അതുപോലെ തയ്യൽ പരിശീലനം കൊടുക്കാറുണ്ട് അല്ലേ, തയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശീലനം. ഇതൊക്കെ എന്താണ്? അറിയാത്ത ഒരു കാര്യത്തെ, പുതിയതായിട്ടുള്ളൊരു സ്കില്ലിനെ, ഒരു കഴിവിനെ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. ട്രെയിനിങ് refers to the process by which the aptitudes, skills and abilities of employees to perform specific job are improved. ഒരു പ്രത്യേക ജോലി ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള കഴിവുകൾ ആർജിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശീലനങ്ങളാണെന്ത് ഈ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റിൽ പറയുന്നത്. It is the art of increasing knowledge and technical skill of an employee for doing a particular job efficiently. ഒരു ജോലി വളരെ കാര്യക്ഷമമായി ചെയ്തു തീർക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു തൊഴിലാളിക്ക് എന്ത് ചെയ്യുന്നു, ആവശ്യമായിട്ടുള്ള അറിവുകളും സാങ്കേതിക വിദ്യകളും കഴിവുകളൊക്കെ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രക്രിയയാണ് ഇത് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് എന്നറിയപ്പെടുന്നത്. ബോത്ത് ന്യൂലി അപ്പോയിൻറ്റഡ് ആൻഡ് എക്സിസ്റ്റിംഗ് സ്റ്റാഫ് നീഡ്സ് ട്രെയിനിങ്. ശ്രദ്ധിക്കേണ്ട കാര്യം, പുതിയതായിട്ട് അപ്പോയിൻ്റ് ചെയ്യപ്പെട്ട ഒരു എംപ്ലോയി, അതുപോലെ നിലവിലുള്ള ഒരു എംപ്ലോയി, രണ്ട് പേർക്കും എന്തിൻ്റെ ആവശ്യമുണ്ട്? പരിശീലനം ആവശ്യമുണ്ട്. ഓക്കെ, ദ ഓർഗനൈസേഷൻ മേ ഹാവ് ഇൻ ഹൗസ് ട്രെയിനിങ്. അതായത് ഓർഗനൈസേഷൻ എന്ത് ചെയ്യും, ഒരു പക്ഷേ ആ സ്ഥാപനത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് പരിശീലനം കൊടുക്കും. ഓർ അറേഞ്ച് വിത്ത് സം ഇൻസ്റ്റിറ്റ്യൂഷൻ ടു പ്രൊവൈഡിങ് ട്രെയിനിങ് ഫോർ എംപ്ലോയീസ്. അല്ലെങ്കിൽ എന്ത് ചെയ്യും, പുറത്തുള്ള ഏതെങ്കിലും സ്ഥാപനത്തിൽ എന്ത് ചെയ്യും, എംപ്ലോയീസിന് ട്രെയിനിങ് കൊടുക്കും എന്നുള്ളതാണ് അല്ലേ. നമുക്കറിയാം ഈ എയർ ടിക്കറ്റിങ്ങിൻ്റെയൊക്കെ കോഴ്സ് കഴിഞ്ഞ ആൾക്കാർക്ക് അവർക്ക് പുറത്തുള്ള ഒരു ട്രാവൽസിലാണ് ട്രെയിനിങ് കൊടുക്കുക അല്ലേ. അതുപോലെ എന്ത് ചെയ്യുക, ബി.എഡ് പഠിക്കുന്ന ആളുകൾക്ക് ടീച്ചിങ്ങിൽ പ്രാവീണ്യം നേടുന്നതിന് വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യുന്നു, അവർക്ക് എവിടെയാണ് ട്രെയിനിങ് കൊടുക്കുന്നത്? ഒരു സ്കൂളിലാണ്, ഒരു പ്രോപ്പർ സ്കൂളിലാണ് ട്രെയിനിങ് കൊടുക്കുന്നത്. അത്തരത്തിൽ ഒരു ബിസിനസ് സ്ഥാപനത്തിലേക്ക് അപ്പോയിൻ്റ് ചെയ്യപ്പെട്ട ഒരു തൊഴിലാളി, ആ തൊഴിലാളിക്ക് തൻ്റെ ജോലി ചെയ്തു തീർക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, ആവശ്യമായ പരിശീലനങ്ങൾ കൊടുക്കുന്നു. ഓക്കെ, അതിലാണ് ഡെവലപ്മെൻറ്റ് എന്ന് വെച്ചാൽ എന്താണ്? ഡെവലപ്മെൻറ്റ് ഈസ് എ മച്ച് വൈഡർ കൺസെപ്റ്റ് കമ്പയർഡ് ടു ട്രെയിനിങ്. പക്ഷേ ട്രെയിനിങ്ങിനേക്കാൾ ഒന്നും കൂടി വൈഡറായിട്ടുള്ള അധികം സാധ്യതകളുള്ള ഒരു ടേമാണ് ഏത്? ഡെവലപ്മെൻറ്റ് എന്നറിയപ്പെടുന്നത്. വേർ ട്രെയിനിങ് എയിംസ് ഇൻക്രീസിങ് വൺ സ്കിൽ ആൻഡ് എബിലിറ്റി ടു ഡു എ പർട്ടിക്കുലർ ജോബ്. ട്രെയിനിങ് എന്ന് പറയുന്നത് എപ്പോഴും ലക്ഷ്യം വെക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു വ്യക്തിയുടെ കഴിവുകളും അയാളുടെ സ്കില്ലുകളും ഒക്കെ എന്ത് ചെയ്യുക, ഒരു പ്രത്യേക ജോലി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. പക്ഷേ ഡെവലപ്മെൻറ്റ് എയിംസ് ഓവറോൾ ഡെവലപ്മെൻറ്റ് ഓഫ് എ പേഴ്സൺ ആൻഡ് എക്വിപ്സ് ഹിം ടു ഹാൻഡിൽ ഹയർ ജോബ്സ് ഓഫ് ദി ഓർഗനൈസേഷൻ ഇൻ ഫ്യൂച്ചർ. ശ്രദ്ധിക്കേണ്ട കാര്യം, ട്രെയിനിങ് എന്ന് പറയുന്നത് ഒരു പ്രത്യേക ജോലി ചെയ്യുന്നതിനാവശ്യമായിട്ടുള്ള പരിശീലനങ്ങൾ നൽകുക എന്നുള്ളതാണ്. എന്നാൽ ഡെവലപ്മെൻറ്റ് എന്ന് വെച്ചാൽ എന്താണ്? ഒരു വ്യക്തിയുടെ സർവോന്മുഖ വികാസത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. ഓവറോൾ ഡെവലപ്മെൻറ്റ് ഓഫ് എ പേഴ്സൺ, ഒരു വ്യക്തിയുടെ സർവോന്മുഖ വികാസത്തിന് പ്രാധാന്യം കൊടുക്കുന്നതാണ് ഡെവലപ്മെൻറ്റ് എന്നറിയപ്പെടുന്നത്. ഓക്കെ, ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് നോട്ട് ഓൺലി മോട്ടിവേറ്റ് ദ എംപ്ലോയീസ് ബട്ട് ഇംപ്രൂവ്സ് ദ എഫിഷ്യൻസി ഓഫ് വർക്ക്. ശ്രദ്ധിക്കേണ്ട കാര്യം, ട്രെയിനിങ്ങിലൂടെയും ഡെവലപ്മെൻറ്റിലൂടെയും എംപ്ലോയീസിനെ പ്രോത്സാഹിപ്പിക്കുക മാത്രമല്ല ചെയ്യുന്നത്, അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ ജോലിയുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നു. Training and development not only motivate employees but this improve the efficiency of work also. അത് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റിൽ പറയാനുള്ളത്. ഇങ്ങനെ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻ്റ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത സ്റ്റാഫിങ്ങിൻ്റെ സ്റ്റേജാണ്, പ്രോസസ്സാണ് എന്തറിയപ്പെടുന്നത്? പെർഫോമൻസ് അപ്രൈസൽ എന്നറിയപ്പെടുന്നത്. പെർഫോമൻസ് അപ്രൈസൽ മീൻസ് ഇവാലുവേറ്റിംഗ് ആൻ എംപ്ലോയീസ് കറൻറ്റ് പാസ്റ്റ് പെർഫോമൻസ് ആസ് എഗെയിൻസ്റ്റ് ദ certain predetermined standard. It is examining whether an employee's performance is according to the predetermined standards. The employee is informed in advance what the standards are expected for him and is examined whether he has attained the standards. An employee's wages, promotion and training depend upon performance appraisal. ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു തൊഴിലാളിയെ നമ്മൾ റിക്രൂട്ട് ചെയ്തു, സെലക്ട് ചെയ്തു, പ്ലേസ്മെൻറ്റ് നടത്തി, അതുപോലെ തന്നെ അയാൾക്ക് ഓറിയൻറ്റേഷൻ കൊടുത്തു, അതുപോലെ തന്നെ അയാൾക്ക് ട്രെയിനിങ്ങും ഡെവലപ്മെൻറ്റും ഒക്കെ കൊടുത്തു, ഒക്കെ കഴിഞ്ഞാൽ അയാൾ ജോലിയെടുക്കും. സ്വാഭാവികമായിട്ടും അയാൾ ജോലിയെടുക്കും. ജോലി എടുത്തു കഴിഞ്ഞാൽ ഓർഗനൈസേഷൻ്റെ, ബിസിനസ് സ്ഥാപനത്തിൻ്റെ ഉത്തരവാദിത്തമാണെന്ത്? ഇവാലുവേറ്റിംഗ് ദ എംപ്ലോയീസ് പെർഫോമൻസ്. ഒരു തൊഴിലാളിയുടെ ജോലി, ഒരു പ്രവർത്തനം, ഒരു തൊഴിലാളി ചെയ്ത
പെർഫോമൻസ്, അയാളുടെ പ്രവർത്തനത്തെ എന്ത് ചെയ്യുക, വിശകലനം ചെയ്യുക എന്നുള്ളത്. ഒരു തൊഴിലാളിയുടെ നിലവിലുള്ള പ്രവർത്തനങ്ങളെയോ അല്ലെങ്കിൽ കഴിഞ്ഞു പോയതായ പ്രവർത്തനങ്ങളെയോ എന്ത് ചെയ്യുക, ഇവാലുവേറ്റ് ചെയ്യുക, വിശകലനം ചെയ്യുക എന്നുള്ളതാണ് പെർഫോമൻസ് അപ്രൈസൽ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു ഓർഗനൈസേഷൻ നേരത്തെ എന്ത് ചെയ്യും, പ്രീ ഡിറ്റർമൈൻഡ് ആയിട്ട് ചില സ്റ്റാൻഡേർഡുകൾ വെക്കും, ചില നിലവാരം വെക്കും. ഈ നിലവാരത്തിൽ എന്ത് ചെയ്തിരിക്കണം, തൊഴിലാളികൾ ജോലി ചെയ്തിരിക്കണം എന്ന് പറയും. ഓക്കെ, ഒരു സ്റ്റാൻഡേർഡ്, ഓർഗനൈസേഷൻ സെറ്റപ്പ് എ സ്റ്റാൻഡേർഡ് ഫോർ ദി ജോബ്. ജോലിക്ക് ഒരു സ്റ്റാൻഡേർഡ് വെക്കും, ജോലിയിലെ പെർഫോമൻസിന്, പ്രവർത്തനത്തിന് ഒരു സ്റ്റാൻഡേർഡ് വെക്കും. എന്നിട്ട് എന്ത് ചെയ്യും, അതിൻ്റെ അടിസ്ഥാനത്തിൽ ഓർഗനൈസേഷൻ ഇവാലുവേറ്റിംഗ് ദി എംപ്ലോയീസ് കറൻറ്റ് ഓർ പാസ്റ്റ് പെർഫോമൻസ്, അതിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യുന്നു, ഒരു തൊഴിലാളിയുടെ നിലവിലുള്ള കഴിഞ്ഞു പോയതായ പ്രവർത്തനങ്ങളെയൊക്കെ എന്ത് ചെയ്യുന്നു, ഓർഗനൈസേഷൻ വിലയിരുത്തുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഇറ്റ് ഈസ് എക്സാമിനിങ് വെദർ ആൻ എംപ്ലോയി പെർഫോമൻസ് ഈസ് അക്കോർഡിംഗ് ടു ദ പ്രീ ഡിറ്റർമൈൻഡ് സ്റ്റാൻഡേർഡ്സ്. നേരത്തെ ഓർഗനൈസേഷൻ തീരുമാനിച്ചതായിട്ടുള്ള സ്റ്റാൻഡേർഡിനനുസരിച്ച് കൊണ്ടാണോ, നിലവാരത്തിനനുസരിച്ച് കൊണ്ടാണോ ഒരു എംപ്ലോയി പ്രവർത്തിക്കുന്നത് എന്ന് നോക്കും. ഓക്കെ, അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും, എംപ്ലോയിനോട് എന്ത് ചെയ്യും, ദ എംപ്ലോയീസ് ഇൻഫോംഡ് ഇൻ അഡ്വാൻസ് വാട്ട് ദ സ്റ്റാൻഡേർഡ്സ് ആർ എക്സ്പെക്റ്റഡ്. അതായത് എംപ്ലോയീസിനോട് പറയും, നിങ്ങളിൽ നിന്നും എന്ത് സ്റ്റാൻഡേർഡ് ഓഫ് പെർഫോമൻസ് ആണ് പ്രതീക്ഷിക്കുന്നതെന്ന് അവരോട് നേരത്തെ പറയും. നേരത്തെ പറഞ്ഞാലേ അവർക്ക് അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. നേരത്തെ അവരോട് പറയണം, എംപ്ലോയീസിനോട് പറയണം, മാനേജ്മെൻറ്റ് ഇങ്ങനെയാണ്, നിങ്ങളിൽ നിന്നും ഞങ്ങൾ ഇന്ന നിലവാരം പ്രതീക്ഷിക്കുന്നു, പെർഫോമൻസിൽ ഇത്ര നിലവാരം പ്രതീക്ഷിക്കുന്നു എന്ന് അവരോട് അറിയിച്ചിരിക്കണം. ഓക്കെ, അങ്ങനെ എന്ത് ചെയ്യും, അത് അറ്റൈൻ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ നോക്കും. ഓക്കെ, എംപ്ലോയീസ് വേജസ്, പ്രൊമോഷൻ ആൻഡ് ട്രെയിനിങ് ഡിപ്പെൻഡ്സ് ഓൺ ദി പെർഫോമൻസ് അപ്രൈസൽ. ഒരു തൊഴിലാളിയുടെ കൂലി, അതുപോലെ അയാളുടെ ജോലിയിലെ സ്ഥാനക്കയറ്റം, അതുപോലെ പരിശീലനം എല്ലാം ആശ്രയിച്ചിരിക്കുന്നത് എന്തിലാണ്, പെർഫോമൻസ് അപ്രൈസലിലാണ്. എക്സാമ്പിൾ കൊടുക്കുന്നു, ഇഫ് എ സെയിൽസ് മാനേജർ വാസ് ഗിവൺ എ സെയിൽസ് ടാർഗറ്റ് ഓഫ് 2000 TV during the month, his performance will be evaluated on the basis at the end of the month. ശ്രദ്ധിക്കുക, ഒരു സെയിൽസ് മാനേജറോട് അയാൾക്കൊരു സെയിൽസ് ടാർഗറ്റ് കൊടുത്തു, അതായത് ഒരു മാസം കൊണ്ട് 2000 TV സെയിൽസ് മാനേജർ എന്ത് ചെയ്തിരിക്കണം, വിറ്റിരിക്കണം എന്ന്. 2000 TV ഒരു മാസത്തിനുള്ളിൽ സെയിൽസ് മാനേജർ വിൽക്കണം എന്ന് പറയുകയാണ്. അപ്പോൾ എന്ത് ചെയ്യും, അയാളുടെ ഈ സെയിൽസ് മാനേജറുടെ പെർഫോമൻസ് എങ്ങനെയാണ് അളക്കുക, ഒരു മാസം കഴിയുമ്പോൾ ഈ 2000 TV അയാൾ വിറ്റിട്ടുണ്ടോ എന്ന് നോക്കിയിട്ടാണ്. വിറ്റിട്ടുണ്ടെങ്കിൽ അയാൾക്ക് ഗുഡാണ്, അല്ലെങ്കിൽ അയാൾക്ക് ബാഡായിരിക്കും, അയാൾക്ക് ശമ്പളം കുറയും, ഇതൊക്കെ കുറയും. അതാണ് പെർഫോമൻസ് അപ്രൈസ്. നെക്സ്റ്റ് വൺ, പ്രൊമോഷൻ ആൻഡ് കരിയർ പ്ലാനിങ്. പ്രൊമോഷൻ റെഫേഴ്സ് ടു ദ ഷിഫ്റ്റിംഗ് ഓഫ് എ എംപ്ലോയി ഫ്രം ലോവർ പൊസിഷൻ ടു ഹയർ പൊസിഷൻ. ശ്രദ്ധിക്കുക, താഴെക്കിടയിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയെ ഉയർന്ന സ്ഥാനത്തേക്ക് സ്ഥാനക്കയറ്റം നൽകുന്നതാണ് പ്രൊമോഷൻ എന്നുദ്ദേശിക്കുന്നത്. അതായത് കൂടുതൽ ഉത്തരവാദിത്തങ്ങളും കൂടുതൽ സൗകര്യങ്ങളും കൂടുതൽ ശമ്പളത്തോടും കൂടിയിട്ട് താഴ്ന്ന സ്ഥാനത്ത് നിന്നും ഉയർന്ന സ്ഥാനത്തേക്ക് ഒരു തൊഴിലാളിയെ എന്ത് ചെയ്യുന്നു, ഷിഫ്റ്റ് ചെയ്യുന്നതാണ്, മാറ്റുന്നതാണെന്ന് അറിയപ്പെടുന്നത് പ്രൊമോഷൻ എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, അതുപോലെ തന്നെ കരിയർ പ്ലാനിങ് എന്ന് പറയുന്നത് എന്താണ്, ഓരോ വ്യക്തിയും അവരവരുടെ കരിയർ ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടി എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ലാസ്റ്റ് വൺ കോമ്പൻസേഷൻ ആണ്. കോമ്പൻസേഷൻ എന്ന് വെച്ചാൽ എന്താ, ശമ്പളം അല്ലേ. ഓൾ ഫോംസ് ഓഫ് പേ ആൻഡ് റിവാർഡ് ഗിവൺ ടു എംപ്ലോയീസ്. അതായത് ഒരു തൊഴിലാളിക്ക്, നമുക്കറിയാം ഒരു തൊഴിലാളിക്ക് ശമ്പളം മാത്രമല്ല കിട്ടുക, ഒരു തൊഴിലാളിക്ക് ഒരുപാട് രീതിയിൽ പൈസ കിട്ടാറുണ്ട്. ഓക്കെ, ഇല്ലീഗലായിട്ടുള്ള അല്ല കേട്ടോ, ലീഗലായിട്ടുള്ളത് തന്നെ. കോമ്പൻസേഷൻ റെഫേഴ്സ് ടു ഓൾ ഫോംസ് ഓഫ് പേ ഓർ റിവാർഡ് ഗിവൺ ടു എംപ്ലോയീസ്. ഒരു തൊഴിലാളിക്ക് ഏതെല്ലാം രീതിയിൽ, ഒരുപാട് രീതിയിൽ പണം കൊടുക്കുന്നുണ്ട്, ഏതെല്ലാം രീതിയിൽ പണം കൊടുക്കുന്നുണ്ടോ അതെല്ലാം എന്തായിട്ടാണ് പരിഗണിക്കുക, പ്രതിഫലം, കോമ്പൻസേഷൻ ആയിട്ടാണ് പരിഗണിക്കുക. ഇറ്റ് ഈസ് ദ റിവാർഡ് ഫോർ ദി എഫേർട്ട് ഓഫ് എംപ്ലോയീസ്. എംപ്ലോയീസിൻ്റെ എഫേർട്ടിന്, ശ്രമങ്ങൾക്കുള്ള പ്രതിഫലമാണെന്ന്, റിവാർഡാണെന്നറിയപ്പെടുന്നത് കോമ്പൻസേഷൻ. ഇറ്റ് മേ ബി ഡയറക്റ്റ് ഫിനാൻഷ്യൽ പേയ്മെൻറ്റ്സ്. ഒന്നുകിൽ അതെന്ത് ചെയ്യാം, നേരിട്ട് മുതലാളി എന്ത് ചെയ്യുന്നു, എംപ്ലോയർ എംപ്ലോയിക്ക് കൊടുക്കുന്നതാവാം, നേരിട്ട് കൊടുക്കുന്ന പണമാവാം. എങ്ങനെ, വേജസ്, എന്തായിട്ട് കൂലിയായിട്ട്, അല്ലെങ്കിൽ സാലറി, ശമ്പളമായിട്ട്, അതുപോലെ ഇൻസെൻറ്റീവ്സ് ആയിട്ട്, അല്ലെങ്കിൽ കമ്മീഷൻ,
ബോണസൊക്കെ ആയിട്ട് ഡയറക്റ്റ് കൊടുക്കുന്നതാവാം. ഇനി പരോക്ഷമായിട്ട് കൊടുക്കുന്നതുണ്ട്. ഒരു എംപ്ലോയർ എംപ്ലോയിക്ക്, ഒരു മുതലാളി തൊഴിലാളിക്ക് പരോക്ഷമായിട്ട് കൊടുക്കുന്ന പേയ്മെൻറ്റുകളുണ്ട്. ഏതൊക്കെയാണ്? പെയ്ഡ് ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്യും, തൊഴിലാളികളുടെ മുകളിൽ ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്യും. അതുപോലെ മെഡിക്കൽ ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യും, ട്രാവലിംഗ് ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യും. ഇതൊക്കെയാണ്. പേ എന്ന് വെച്ചാൽ ഇവിടെ താഴെ കാണാം. പേ എന്ന് വെച്ചാൽ എന്താണ്? ബേസിക് സാലറിയാണ്. ഓരോ മാസവും ഒരു തൊഴിലാളിക്ക് കിട്ടുന്ന സാലറിയാണ്. ഇൻസെൻറ്റീവ് എന്ന് വെച്ചാൽ എന്തൊക്കെയാണ്? സാലറിക്ക് പുറമെ അഡീഷണലായിട്ട് അധികമായിട്ട് അയാൾക്ക് കിട്ടുന്നതാണ് ബോണസ്, കമ്മീഷൻ, പ്രോഫിറ്റ് ഷെയറിംഗ് പ്ലാൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ ബെനഫിറ്റുകളാണുള്ളത്. ഇൻഷുറൻസ്, മെഡിക്കൽ, റിക്രിയേഷണൽ, റിട്ടയർമെൻറ്റ്, ഇങ്ങനെയുള്ള ബെനഫിറ്റുകളൊക്കെ കിട്ടും. ഓക്കെ, ഇതാണ് പറയുന്നത്. ഓക്കെ, നമുക്ക് ഇത് പ്രധാനമായിട്ട് ഇത്രേ ഉള്ളൂ. പിന്നെ റിക്രൂട്ട്മെൻറ്റ് ഏതൊക്കെ തരത്തിലുണ്ടെന്നാണ് പറയുന്നത്. റിക്രൂട്ട്മെൻറ്റ് നമ്മൾ എന്താണെന്ന് പറഞ്ഞു. റിക്രൂട്ട്മെൻറ്റ് പലതരത്തിലുണ്ട്. റിക്രൂട്ട്മെൻറ്റ് നമ്മൾ ഇൻറ്റേർണൽ സോഴ്സും ഉണ്ട്, എക്സ്റ്റേണൽ സോഴ്സും ഉണ്ട്. ഇൻറ്റേർണൽ സോഴ്സിന് എക്സാമ്പിളാണ് ട്രാൻസ്ഫറും അതുപോലെ പ്രൊമോഷനും. ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരാളെ ഒരു ജോലിയിൽ നിന്നും മാറ്റിയിട്ട് മറ്റൊരു ഡിപ്പാർട്ട്മെൻറ്റിൽ അല്ലെങ്കിൽ മറ്റൊരു ജോലിയിലേക്ക് മാറ്റുന്നതാണ് ട്രാൻസ്ഫർ. പക്ഷേ ഇവിടെ മാറ്റം എന്താ വെച്ചാൽ ട്രാൻസ്ഫറിൽ അയാൾക്ക് കിട്ടുന്ന ശമ്പളത്തിലോ ഇതിലൊന്നും എന്ത് ചെയ്യില്ല, വലിയ മാറ്റം ഉണ്ടാവുകയില്ല. അതുപോലെ തൊഴിലാളികളുടെ എണ്ണത്തിൽ മാറ്റം ഉണ്ടാവില്ല. പ്രൊമോഷൻ എന്ന് വെച്ചാൽ എന്താ? ഒരു തൊഴിലാളിയെ ലോവർ ജോബ് പൊസിഷനിൽ നിന്നും ഹയർ ജോബ് പൊസിഷനിലേക്ക് കൊണ്ടുവരുന്നതാണ്. പിന്നെ റിക്രൂട്ട്മെൻറ്റിൻ്റെ തലങ്ങളാണ്. അതിൽ ഇൻറ്റേർണൽ നമ്മൾ പറഞ്ഞു, പിന്നുള്ളത് എക്സ്റ്റേണലാണ് അല്ലേ? എക്സ്റ്റേണൽ സോഴ്സുകൾ ഒരുപാടുണ്ട്. ഇൻറ്റേർണൽ സോഴ്സിൻ്റെ പ്രത്യേകത ഇത് എക്കണോമിക്കാണ്. കാരണം അവിടെയുള്ള തൊഴിലാളികളെ തന്നെയാണ് പ്രൊമോട്ട് ചെയ്യുന്നത്. ഇത് തൊഴിലാളികളെ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. പിന്നെ എക്സ്റ്റേണൽ സോഴ്സുകളുണ്ട്. അതായത് സ്ഥാപനത്തിൻ്റെ പുറത്ത് നിന്നുകൊണ്ട് എന്ത് ചെയ്യാം, നമുക്ക് തൊഴിലാളികളെ സ്ഥാപനത്തിലേക്ക് റിക്രൂട്ട് ചെയ്യാം. അതിന് ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ്, നേരിട്ട് കമ്പനി എന്ത് ചെയ്യുക, നേരിട്ട് ആളുകളെ റിക്രൂട്ട് ചെയ്യാം. അല്ലെങ്കിൽ കാഷ്വൽ കോളേഴ്സ്, അതായത് കമ്പനിയിലേക്ക് ഇടക്കിട്ട് ആളുകളെ വിളിച്ച് ചോദിക്കും. അവിടെ എന്തെങ്കിലും ജോലി ഉണ്ടോ എന്ന് ചോദിക്കുന്ന ആളുകളുണ്ടാവും. അവരെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് റിക്രൂട്ട് ചെയ്യാം. അതുപോലെ മീഡിയ അഡ്വർടൈസിങ് ഉണ്ട്. അതായത് പത്രത്തിൽ, അതുപോലെയുള്ള TV, റേഡിയോ പോലെയുള്ളതിൽ പരസ്യങ്ങൾ നൽകിക്കൊണ്ട് എന്ത് ചെയ്യാം, നമുക്ക് ആളുകളെ റിക്രൂട്ട് ചെയ്യാം. അതുപോലെ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച്, ത്രൂ ദ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് അതിലൂടെ നമുക്ക് ചെയ്യാം. അതുപോലെ പ്ലേസ്മെൻറ്റ് ഏജൻസികൾ, മാനേജ്മെൻറ്റ് കൺസൾട്ടൻസ്, അതുപോലെ തന്നെ ക്യാമ്പസ് റിക്രൂട്ട്മെൻറ്റ് ഉണ്ട്. ക്യാമ്പസുകളിൽ വന്നുകൊണ്ട് കമ്പനി ക്യാമ്പസുകളിലേക്ക്, കോളേജുകളിലേക്ക് വന്നുകൊണ്ട് അവിടെ നിന്നും പ്രോസ്പെക്റ്റീവായിട്ടുള്ള എംപ്ലോയീസിനെ അവർ കണ്ടെത്തുന്നു. അതുപോലെ റെക്കമെൻഡേഷൻസ് ബൈ ദി എക്സിസ്റ്റിംഗ് എംപ്ലോയീസ്, നിലവിലുള്ള സ്ഥാപനത്തിൽ പ്രവർത്തിക്കുന്ന നിലവിലുള്ള എംപ്ലോയീസിൻ്റെ ശുപാർശ പ്രകാരം സ്ഥാപനത്തിൽ നിലവിൽ പ്രവർത്തിക്കുന്ന തൊഴിലാളികളുടെ ശുപാർശ പ്രകാരം എന്ത് ചെയ്യുന്നു, തൊഴിലാളികളെ എടുക്കാം. അതിന് എക്സാമ്പിളാണ് നമ്മളെ ഗൾഫിലുള്ള ആളുകൾ. ഗൾഫിൽ ഏതെങ്കിലുമൊക്കെ കമ്പനിയിൽ ജോലി ചെയ്യുന്ന ആളുകളുണ്ടാവും. അപ്പോൾ ഇവിടെ ഇളയമൻ്റെ മോന്, വിച്ചാമൻ്റെ മോനൊക്കെ ഉണ്ടാവും അല്ലേ? അപ്പോൾ എന്ത് ചെയ്യും, അവിടെ റെക്കമെൻഡ് ചെയ്തായിട്ട് എന്ത് ചെയ്യും, ഇവിടെയുള്ള ഒരു കുടുംബക്കാരനെ അവിടേക്ക് കയറ്റും. അതുപോലെ വെബ് പബ്ലിഷിങ്, വെബിൽ പരസ്യം കൊടുത്തുകൊണ്ടൊക്കെ എന്ത് ചെയ്യാം, നമുക്ക് ചെയ്യാം. ഓക്കെ, ഇതിൻ്റെ എക്സ്റ്റേണൽ സോഴ്സ്, അതായത് കമ്പനിയുടെ പുറത്തു നിന്നും റിക്രൂട്ട് ചെയ്യാനാണെങ്കിലുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ വൈഡർ ചോയ്സാണ്, ഫ്രഷ് ടാലൻ്റ് ആയിരിക്കും, പുതിയ ടെക്നോളജിക്കൽ നോളജ് ഉണ്ടാവും, കോമ്പറ്റീറ്റീവ് സ്പിരിറ്റ് ഉണ്ടാവും. പിന്നെ ഇത് കുറച്ച് ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ് പറയുന്നത് വെച്ചാൽ നിലവിലുള്ള തൊഴിലാളികൾക്കിടയിൽ ഒരു സാറ്റിസ്ഫാക്ഷൻ കുറവുണ്ടാവും. അതുപോലെ കോസ്റ്റ്ലി ആയിട്ടുള്ള പ്രോസസ്സാണ്, ലെങ്തി പ്രോസസ്സാണ് എന്നൊക്കെയുള്ളതാണ്. അപ്പോൾ അതാണ് ഇതിൽ പറയുന്നത്. പിന്നെ സെലക്ഷൻ നമ്മൾ ഒരുപാട് രീതി ചെയ്യുന്നുണ്ട്. നമുക്ക് അത് എത്രത്തോളം പഠിക്കാനുള്ളത് എന്താണെന്ന് മാത്രം നോക്കുക. പ്രിലിമിനറി സ്ക്രീനിങ് ഓർ സ്ക്രീനിങ് ത്രൂ ബയോഡാറ്റ, അതുപോലെ സെലക്ഷൻ ഡേറ്റ് ടെസ്റ്റ് നടത്തും, എംപ്ലോയ്മെൻറ്റ് ഇൻ്റർവ്യൂ നടത്തും, റെഫറൻസ് ആൻഡ് ബാക്ക്ഗ്രൗണ്ട് ചെക്ക് നടത്തും. അങ്ങനെ എന്ത് ചെയ്യും, എന്നിട്ട് സെലക്ട് ചെയ്യും. പിന്നെ മെഡിക്കൽ എക്സാമിനേഷൻ നടത്തി ഓഫർ ലെറ്റർ കൊടുത്ത് കോൺട്രാക്റ്റ് ഓഫ് എംപ്ലോയ്മെൻറ്റ് നടത്തുകയാണ് എന്ത് ചെയ്യുക, നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, പിന്നെ അതാണ്. പിന്നെ ട്രെയിനിങ്ങും ഡെവലപ്മെൻറ്റും കൊടുക്കുന്നുണ്ട്. വ്യത്യസ്തമായിട്ടുള്ള ട്രെയിനിങ്, ഓൺ ദ ജോബ് ട്രെയിനിങ്ങും ഉണ്ട്, ഓഫ് ദ ജോബ് ട്രെയിനിങ്ങും ഉണ്ട്. ഓൺ ദ ജോബ് ട്രെയിനിങ് ആണ് നമ്മൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ട്രെയിനിങ് കൊടുക്കുന്നതാണ്. അതുപോലെ ഓഫ് ദ ജോബ് ട്രെയിനിങ് ആണ് ജോലിയിൽ നിന്നും വിട്ടിട്ട്, അതായത് ജോലിയിൽ നിന്നും വിട്ട് എബേ ഫ്രം ദി വർക്ക് പ്ലേസ്, തൊഴിലെടുക്കുന്ന സ്ഥലത്തു നിന്നും വിട്ടുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യും, നമുക്ക് തരും. അതിനുള്ള എക്സാമ്പിളാണ് അപ്രൻറ്റിസ്ഷിപ്പ് പ്രോഗ്രാം, ഓൺ ദ ജോബിലെ എക്സാമ്പിളാണ്. അതുപോലെ കോച്ചിങ് നൽകും, ഇൻറ്റേൺഷിപ്പ് ട്രെയിനിങ് നൽകും,
ജോബ് റൊട്ടേഷൻ, ജോലിയിൽ നിന്ന് ഇടക്കിട്ട് ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കും. ഓഫ് ദ ജോബ് ട്രെയിനിങ്ങിന് എക്സാമ്പിളാണ് ക്ലാസ് റൂം ലെക്ചറുകൾ, സിനിമകൾ കാണിച്ചു തന്നുകൊണ്ട്, കേസ് സ്റ്റഡികൾ നടത്തിക്കൊണ്ട്, കമ്പ്യൂട്ടർ മോഡലിംഗ്, വെസ്റ്റിബ്യൂൾ ട്രെയിനിങ്, പ്രോഗ്രാമഡ് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ നൽകിക്കൊണ്ട് എന്ത് ചെയ്യും, നമുക്ക് വ്യത്യസ്തമായ രീതിയിൽ നമുക്ക് ട്രെയിനിങ് നൽകുവാൻ നമുക്ക് സാധിക്കുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞാൻ സ്ട്രെസ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. കാര്യങ്ങളെല്ലാം തന്നെ മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. താങ്ക് യു.